Dears, good morning all of you. Today we are discussing of goods and service tax, GST. Introduction to GST. GST കുറിച്ചുള്ള ബേസിക്കലി ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. As you know, മുമ്പുണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സേഷൻ, ഇൻഡയറക്റ്റ് ടാക്സുകൾക്ക് പകരമെന്നോണം വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് GST എന്ന് പറയുന്നത്. നേരത്തെ ഇൻകം ടാക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചതുപോലെ ടാക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡയറക്റ്റ് ടാക്സാണ് ഇൻകം ടാക്സ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകളുണ്ട്. അതിനൊക്കെ എൻ്റയർലി ഇപ്പോൾ വിളിക്കുന്ന പേരാണ് GST എന്ന് ആമുഖമായിട്ട് ഓർമ്മിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സും ഇന്നില്ല എന്നുള്ളതല്ല. ഒട്ടുമിക്ക ഇൻഡയറക്റ്റ് ടാക്സുകളും GST വന്നപ്പോൾ അതിൽ സബ്സ്യൂംഡ് ആയിട്ടുണ്ട്, അങ്ങനെയാണ് പറയുക. സബ്സ്യൂംഡ് ആവാമെന്നാണ് പറയുക, അതായത് ഇല്ലാതെ ആവുക. GST വരുന്നതോടുകൂടെ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഇല്ലാതെയായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം, ഏതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സുകളാണ് GSTക്ക് കീഴിൽ സബ്സ്യൂംഡ് ആയിട്ടുള്ളത്, ഇല്ലാതെയായിട്ടുള്ളത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് GST എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്? came into existence 1st July 2017. ഈ ഒരു ഡേറ്റ് ഓർമ്മിക്കേണ്ടതാണ്. 1st July 2017 ഓൺവേർഡ്സ് ആണ് GST എന്ന ഒരു നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത്. അന്ന് ആ ഒരു ഡേ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. പല നിയമങ്ങളിലും നമ്മൾ പറയാറുള്ളത് പോലെ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. എന്നാൽ നെക്സ്റ്റ് വീക്ക് 8th July 2017 ഓൺവേർഡ്സ്, ഒരാഴ്ചയ്ക്ക് ശേഷം ജമ്മു ആൻഡ് കാശ്മീരിലും GST നിയമം നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ഓർമ്മിക്കേണ്ട ചില അടിസ്ഥാന വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GST ആക്റ്റിൽ ടോട്ടൽ 174 സെക്ഷൻസ് ആണുള്ളത്. ടോട്ടൽ റൂൾസ് പറയുകയാണെങ്കിൽ 162 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 101 ആണ്. 101 അമെൻമെൻറ്റ് പ്രകാരമാണ് GST ആക്ട് നിലവിൽ വരുന്നത്. നിങ്ങൾക്ക് GSTയെക്കുറിച്ചുള്ള ബുക്സുകൾ വായിക്കുമ്പോൾ അതിൽ മറ്റൊരു അമെൻമെൻറ്റ് കൂടെ കാണാൻ സാധിക്കും. 122nd അമെൻമെൻറ്റ്, 122ാമത്തെ അമെൻമെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അത് GST ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മിസ്റ്റേക്കൺ ആവാൻ പാടില്ല. വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് GST ആക്റ്റുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ് 101 ആണ്, 101ാമത്തെ അമെൻമെൻറ്റാണ്. എന്നാൽ GST ബില്ലുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റാണ് 122ാമത്തെ അമെൻമെൻറ്റ്. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ, അതും ഒരു ക്വസ്റ്റ്യനാണ്. GSTയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 246A ആണ്. ബേസിക്കലി അതാണ് 246A, അതായത് GST ഈസ് ഇൻ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഷെഡ്യൂൾ 7 പ്രകാരം ലിസ്റ്റുകളുണ്ടല്ലോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ അതിൽ കൺകറൻറ്റ് ലിസ്റ്റിലാണ് GST വരിക എന്നുള്ളത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അതാണ് മെയിൻ ആർട്ടിക്കിൾ. GSTയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 246A ആണ്. മറ്റ് ആർട്ടിക്കിൾ കൂടെ ഉണ്ട്, പറയാം. എന്നാലും ബേസിക്കലി ഉള്ള ആർട്ടിക്കിൾ 246A ആണ്. അതായത് GST ഈസ് ഇൻ കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ സ്റ്റേറ്റിനും കേന്ദ്രത്തിനും സെൻട്രൽ ഗവൺമെൻറ്റിനും
ഒന്നിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരിക. ഇപ്പോൾ GST അതിൽ വരുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 246A. മറ്റ് ആർട്ടിക്കിൾ 269A ഉണ്ട്, 279A ഉണ്ട്, 286, 336, 366 അങ്ങനെ ചില ആർട്ടിക്കിളും റിലേറ്റഡ് വിത്ത് GST ആണ്. അതിൽ 269A എന്ന് പറയുന്നത് GST ഫോർ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, IGST എന്ന് പറയും. എന്താണെന്നൊക്കെ ശേഷം നമ്മൾ വിശദമായിട്ട് പറയും. ഈ GST പലതരത്തിലുണ്ട്. CGST, SGST, IGST, UTGST ഇങ്ങനെയൊക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ വിശദമായിട്ട് നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ 269A പറയുന്നത് GST ഫോർ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, അതായത് IGST എന്ന് പറയും. ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 269A. അതേപോലെ 279A GST കൗൺസിലുമായി ബന്ധപ്പെട്ടതാണ്. GST കൗൺസിൽ എന്നൊരു ബോഡിയുണ്ട്. GST ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് GST കൗൺസിൽ. അതിൻ്റെ ആർട്ടിക്കിളാണ് 279A. എ GST കൗൺസിൽ ഷുഡ് ബി ദർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അതായത് GSTയിലെ റേറ്റും കാര്യങ്ങളും മറ്റ് പ്രൊവിഷൻസ് റൂൾസൊക്കെ തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. GST കൗൺസിൽ മീൻസ് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെൻറ്റാണ് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഒരു GST ആക്റ്റുമായി ബന്ധപ്പെട്ട മെയിൻ ബോഡിയാണ് GST കൗൺസിൽ. 279A ആണ് അതിൻ്റെ ആർട്ടിക്കിൾ. അതേപോലെ ഞാൻ പറഞ്ഞ മറ്റ് ആർട്ടിക്കിളാണ് 366, 12A. അതും ഓർമ്മിക്കണം. ഡെഫിനിഷൻ ഓഫ് GST അതിലാണ് വരുന്നത്. GSTയുടെ നിർവചനം എന്താണ് GST എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് 366, 12A, സബ്സെക്ഷൻ 12A. അതേപോലെ 246A ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി GST കൺകറൻറ്റ് ലിസ്റ്റിലാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ. അതിനൊരു സബ്ബായിട്ട് 246A സബ്സെക്ഷൻ 2 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ പറയുന്നത് എക്സ്ക്ലൂസീവ് പവർ ഓഫ് പാർലമെൻറ്റ് എന്നാണ്. GST കൗൺസിൽ ഷുഡ് ബി ദർ, എന്നാലും കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നതുമാണ്. എങ്കിലും എക്സ്ക്ലൂസീവ് പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ് 246A സബ്സെക്ഷൻ 2. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിളൊക്കെ ആമുഖമായിട്ട് ഓർമ്മിച്ച് വെക്കുക. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു GST വരുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? ഈ ഒരു ആക്ട് വരുമ്പോൾ, GST എന്ന ഒരു സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ പരമപ്രധാനമായ അതിൻ്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യമായിട്ട് കണ്ടിരുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഈ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതിന് GSTയിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ ടാക്സ് പിരമിഡിങ് അല്ലെങ്കിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്നും ടാക്സ് പിരമിഡിങ് എന്നൊക്കെ പറയുന്ന ടാക്സ് ഓൺ ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ രണ്ട് സമയം ഡ്യുവൽ ടാക്സ് വരുന്നു, ഒരു പ്രാവശ്യം ടാക്സ് കൊടുത്തിട്ട് വീണ്ടും ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അത് ഒഴിവാക്കാൻ പറ്റും എന്നതാണ് GSTയുടെ ഏറ്റവും വലിയ നേട്ടം. അതിനുള്ളൊരു റെമഡിയാണ് നമ്മൾ GST പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ITC എന്ന് പറയും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഈ ടാക്സ് പിരമിഡിങ് അല്ലെങ്കിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ്, ഇതിനുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന ഒരു ആശയം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഒരു കാസ്കേഡിംഗ് ഇഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മാനുഫാക്ചറർ മൂപ്പർ എക്സൈസ് ഡ്യൂട്ടിയും സർവീസ് ടാക്സൊക്കെ അടച്ചിട്ടുണ്ടാവും അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്പോർട്ടിങ് ഇൻപുട്ട് കൊണ്ടുവരുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും സർവീസ് ടാക്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഔട്ട്പുട്ട്
സെയിൽ ചെയ്യുന്ന സമയത്തും ഇയാൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ നേരത്തെ കൊടുത്ത ടാക്സിന് ആ ഒരു ഇൻപുട്ടാണല്ലോ ഇപ്പോൾ ഔട്ട്പുട്ടായത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് അത് ഇറക്കും അത് ചെയ്യുമ്പോൾ, അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുത്ത ആ ഒരു ടാക്സിൻ്റെ ബെനിഫിറ്റ് ഈ ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ആ ഒരു ഇൻപുട്ടാണ്, ആ ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഔട്ട്പുട്ടായി മാറിയത്. വാല്യൂ അഡിഷനൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, ഈ വാറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, വാല്യൂ ആഡഡ് ടാക്സ്, മുമ്പുള്ള വാല്യൂ ആഡഡ് ടാക്സ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് GST. ഓക്കെ, ആ വാല്യൂ ആഡഡ് ടാക്സിൽ ചില പ്രൊവിഷൻസൊക്കെ ഉൾപ്പെടുത്തി അതിനൊന്ന് പൊളിച്ചെഴുതി ഉണ്ടാക്കിയ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത സാധനമാണ് GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മെറ്റീരിയൽസ് ഇൻപുട്ടിന് കൊടുത്ത ടാക്സ് ഔട്ട്പുട്ടിന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഔട്ട്പുട്ടിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാസ്കേഡിങ് ഇഫക്റ്റ്, ടാക്സ് ഓൺ ടാക്സ് എന്നൊക്കെ പറഞ്ഞത്. ഒരേ ആൾ മാനുഫാക്ചറർ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പഴയ ഇൻഡയറക്റ്റ് ടാക്സേഷൻ സിസ്റ്റം പ്രകാരം. അതിന് പരിഹാരം എന്നോണമാണ് GST വരുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുന്നതിലൂടെ. അതേപോലെ ഈ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നോ ക്രെഡിറ്റ് ഓഫ് സ്റ്റേറ്റ് ടാക്സ് പെയ്ഡ് ഇൻ വൺ സ്റ്റേറ്റ് ക്യാൻ ബി അവൈൽഡ് ഇൻ അതർ സ്റ്റേറ്റ്സ്. അതാണ് പഴയ ഇൻഡയറക്റ്റ് ടാക്സേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ. രണ്ട് സ്റ്റേറ്റിലും ടാക്സ് കൊടുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇറക്കുമതി ചെയ്യുന്ന സമയത്ത്, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക്, കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക്, അങ്ങനെയുള്ള ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഉള്ള സമയത്ത് ഒരു സ്റ്റേറ്റിൽ കൊടുക്കുന്ന ആ ഒരു ടാക്സിൻ്റെ ബെനിഫിറ്റ് ഇപ്പുറത്ത് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനൊക്കെ തടയിടാനെന്നോണം അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നൊരു ടേം. അതാണ് നമ്മൾ GST എന്ന് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം അതാണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പഠിക്കും. എന്നാലും ഇപ്പോഴേ ബേസിക്കലി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വാക്കതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറർ ഇൻപുട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ, റോ മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് കൊടുത്ത ടാക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ബെനിഫിറ്റ് എവിടെ കിട്ടും? ഔട്ട്പുട്ടിന് ടാക്സ് കൊടുക്കുന്ന സമയത്ത് ലഭിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് GSTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇതൊരു കൺസംഷൻ ബേസ്ഡ് ടാക്സാണ് GST എന്ന് പറയുന്നത്. എൻറ്റയർലി നമ്മൾ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുക. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്, അതാണ് കറക്റ്റ് വാക്ക്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്, അതായത് എൻറ്റയർ ടാക്സ് ഈസ് ബോൺ ബൈ ദ കൺസ്യൂമർ. യഥാർത്ഥത്തിൽ കൺസ്യൂമറാണ് ടാക്സൊക്കെ വഹിക്കുന്നത്. അത് പുറമോടിയിൽ നമുക്ക് ഇടനിലക്കാർ കൊടുക്കുന്നതായി തോന്നുമെങ്കിലും ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സാണ്. ടാക്സിൻ്റെ യഥാർത്ഥത്തിൽ ടാക്സ് വഹിക്കുന്നത് കൺസ്യൂമേഴ്സാണ്, അതിൻ്റെ ഫൈനൽ അൾട്ടിമേറ്റ് ഉപഭോക്താക്കളാണ്. ഓക്കെ, പിന്നെ ബേസിക്കലി പറയാനുള്ളത് ഈ ഒരു GST എന്നുള്ള ടേം, GST നിയമം ആദ്യമായിട്ട് നിലവിൽ വന്നത് ഫ്രാൻസിലാണ് ഇൻ ദ ഇയർ ഓഫ് 1954. ഓർമ്മിക്കുക, നിലവിൽ അത് പടർന്ന് പന്തലിച്ച് GST ഓൾ ഓവർ ദ വേൾഡ് അറൗണ്ട് 160 കൺട്രീസ് ഇപ്പോൾ നിലവിൽ GST ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഒരേ പ്രൊവിഷൻസ് ആയിരിക്കില്ല. ബേസിക്കലി GSTയുടെ പ്രൊവിഷൻസ് എല്ലാ രാജ്യത്തും ഒന്ന് തന്നെയാണ്. ചില അഡീഷണൽ റൂൾസ് പല സ്ഥലങ്ങളിലുണ്ടാവും. എങ്കിലും GST എന്നുള്ള ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ള ആ ഒരു നിയമം നിലവിൽ 160 കൺട്രീസ് 160ഓളം രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ പല കാര്യങ്ങളിൽ എന്നോണം USA നമ്മളെപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. USA നോ GST. USA ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. നമ്മൾ അക്കൗണ്ടൻസിയിൽ IFRS പറയുന്ന സമയത്തും പറയാറുണ്ട്, USA ഇപ്പോഴും നിലവിലും എന്തുതന്നെയാണ്, പഴയ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ തന്നെയാണ്.
അക്കൗണ്ടിങ് കൺവെൻഷനും കൺസെപ്റ്റും എന്നുള്ള ബേസിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതുതന്നെയാണ് ഈ പുതിയ IFRS. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആദ്യമായി തുടങ്ങി ഇന്ത്യയും അത് കൺവേർട്ട് ചെയ്ത IFRS അത് USA ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല. USA പഴയ അതിൽ തന്നെയാണ് പോകുന്നത്. അതേപോലെ GSTയുടെ കാര്യത്തിൽ അങ്ങനെയാണ്, നോ GST ഇൻ USA. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്കുകളായിട്ട് വരും ക്ലാസ്സുകളിൽ ഓരോന്ന് പറയാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെ പലതിനും എക്സ്പ്ലനേഷനൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഓരോ ക്ലാസ്സുകളിൽ ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് പറയാം. ഇന്ത്യയിലെ ഹിസ്റ്ററി ഓഫ് GST, അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ ടാക്സ് സബ്സ്യൂംഡ് ആവുന്ന കാര്യം, ഒരുപാട് ടാക്സുകൾ GST വന്നപ്പോൾ ഇല്ലാതെയായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സുകൾ ഇല്ലാതെയായി, ഏതൊക്കെ നിലവിലുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഒരുപാട് പറയാനുണ്ട് GSTയെക്കുറിച്ച്. ആമുഖമായിട്ട് തന്നെ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. ഫ്രണ്ട്സ്, ലെറ്റ് us see again in next class with another topic. Thank you for all.